Good morning to all. The previous class we also discussed about the intelligent agent in artificial intelligence. So today we discussed about the artificial intelligence and intelligent agent in business. So first we ഡിസ്കസ്ഡ് അബൌട്ട് ദ ഇൻ്റലിജൻറ്റ് ഏജൻറ്റ് ഇൻ ബിസിനസ്. സോ ഒരു ബിസിനസ് ഫേമിൽ ഒരു ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് അല്ലെങ്കിൽ ഒരു ഇൻ്റലിജൻറ്റ് ഏജൻറ്റ് എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത്, അല്ലെങ്കിൽ അതിൻ്റെ പ്രോസസ്സ് എന്തൊക്കെ രീതിയിലാണ് ഹെൽപ്പ് ചെയ്യുന്നത് എന്നുള്ള കാര്യങ്ങളാണ് ഇന്നത്തെ സെക്ഷനിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. സോ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ഈസ് നൗ വൈഡ്ലി യൂസ്ഡ് ഇൻ ബിസിനസ് ടു മേക്ക് ദ ജോബ് സ്മാർട്ടർ ആൻഡ് ഫാസ്റ്റർ. ദാറ്റ് മീൻസ് നമുക്കറിയാം ഇപ്പോഴത്തെ ഒരു ഫീൽഡ്, ദാറ്റ് മീൻസ് ഇപ്പോഴത്തെ ഒരു എറ വെച്ച് നോക്കുമ്പോൾ നമ്മുടെ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് മോസ്റ്റ് കോമൺലി യൂസ് ചെയ്യുന്ന ഒരു പ്രോഗ്രാമാണ്. ദാറ്റ് മീൻസ് എന്താണ്, നമ്മുടെ ജോബ്സ് കുറച്ചും കൂടി സ്മാർട്ടർ ആൻഡ് ഫാസ്റ്റർ ആയിട്ട് പ്രോസസ്സ് ചെയ്യാൻ വേണ്ടിയിട്ട് ഓൾമോസ്റ്റ് ഓഫ് ദ ഓർഗനൈസേഷൻ നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു പ്രോസസ്സാണ് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ഓർ ഇൻ്റലിജൻറ്റ് ഏജൻറ്റ്. സോ the artificial intelligence is now widely used for the business to make the job more smarter and faster. ജോബ് കുറച്ചും കൂടി സ്മാർട്ടായിട്ടും അതേപോലെ തന്നെ ഫാസ്റ്റായിട്ടും ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഓൾറെഡി സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന പ്രോഗ്രാംസിനെയാണ് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് എന്ന് പറയാം. സോ ദ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ഈസ് മെയിൻലി യൂസ്ഡ് ഫോർ ദ ഫോളോയിങ് പർപ്പസസ് ഇൻ ബിസിനസ്. ദാറ്റ് മീൻസ് നമ്മൾ ഈ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ബിസിനസ്സിൽ ഏതൊക്കെ ഇതിലാണ് മെയിൻലി കോമൺലി നമ്മൾ യൂസ് ചെയ്യുന്നത്, അല്ലെങ്കിൽ എന്ത് പർപ്പസിന് വേണ്ടിയിട്ടാണ് നമ്മൾ മെയിൻലി യൂസ് ചെയ്യുന്നത് എന്നുള്ള കാര്യങ്ങളാണ് നെക്സ്റ്റ് കുറച്ച് പോയിൻറ്റ്സ് ആയിട്ട് നമ്മൾ പറഞ്ഞിരിക്കുന്നത്. ദ ഫസ്റ്റ് വൺ ഈസ് ഓട്ടോമേറ്റിംഗ് ബിസിനസ് പ്രോസസ്സസ്. ദാറ്റ് മീൻസ് ഓട്ടോമേറ്റിംഗ് ബിസിനസ് പ്രോസസ്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്, ബിസിനസ്സിൻ്റെ ഫങ്ഷൻസ് ഓട്ടോമാറ്റിക്കലി ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ അപ്ലൈ ചെയ്ത് വെച്ചിരിക്കുന്ന ഒരു പ്രോഗ്രാമാണ് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ്. ഇപ്പോൾ നമ്മൾ പറഞ്ഞു ഒരു ഹ്യൂമൻ ബീയിങ്ങിൻ്റെ ഹെൽപ്പോട് കൂടി നമ്മൾ ഓരോ പ്രോഗ്രാംസും വർക്ക് ചെയ്തിട്ട് അത് നമ്മുടെ സിസ്റ്റത്തിലേക്ക് അറ്റാച്ച് ചെയ്യുകയാണ് ചെയ്യുന്നത്, അല്ലേ? എന്തിനു വേണ്ടിയിട്ടാണ്? നമ്മുടെ ജോബ് കുറച്ചും കൂടി ഫാസ്റ്റ് ആൻഡ് ഈസി ആയിട്ട് നമുക്ക് കംപ്ലീറ്റ് ചെയ്യാനായിട്ട് വേണ്ടിയിട്ട്. സോ നമ്മൾക്കറിയാം, ഇപ്പോൾ നമ്മൾ ഓൾറെഡി ഓരോ സിസ്റ്റത്തിലും നമ്മുടെ ഫങ്ഷൻസ് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരിക്കും. നമ്മൾ ഇൻപുട്ട് കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ സിസ്റ്റം ഓൾറെഡി നമ്മൾക്ക് അതിനുള്ള റിസൾട്ടും പ്രോസസ്സ് ചെയ്ത് തരും. എന്തിൻ്റെ ഭാഗമായിട്ടാണ്? ഇറ്റ് ഈസ് എ പാർട്ട് ഓഫ് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ്. നമ്മൾ ഓൾറെഡി പ്രോഗ്രാംസ് ആ സിസ്റ്റത്തിൽ സെറ്റ് ചെയ്തിട്ടുണ്ടായിരിക്കും. ഇപ്പോൾ നമ്മൾക്കറിയാം, ഒരു പ്രൊഡക്ഷൻ യൂണിറ്റ് എടുക്കുന്നത് വിചാരിക്കുക. ഇപ്പോൾ നമ്മളൊരു പ്ലാസ്റ്റിക് ബോട്ടിലാണ് നമ്മൾ പ്രൊഡ്യൂസ് ചെയ്യുന്നതെന്ന് വിചാരിക്കുക. നമ്മളെന്താണ്, അതിൻ്റെ മെഷീനിലേക്ക് നമ്മൾ ആ പ്രോഗ്രാം ഓൾറെഡി സെറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരിക്കും. അപ്പോൾ ഈ മെഷീൻ നമ്മൾ ഓരോ പ്രാവശ്യം നമ്മൾ അതിൻ്റെ പിന്നിൽ പ്രവർത്തിക്കേണ്ട, ഓൾറെഡി നമ്മൾ ആ പ്രോഗ്രാം ആ മെഷീനിൽ സെറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എൻ്റയർ വർക്കിൽ ആ പ്രോഗ്രാം റൺ ചെയ്തുകൊണ്ടിരിക്കും. സോ നമ്മൾക്ക് ഈസി ആയിട്ട്, ഇപ്പോൾ നമ്മൾ ഒരു മാനുവലായിട്ടാണെന്നുണ്ടെങ്കിൽ നമ്മളൊരു 10 യൂണിറ്റ് ഓഫ് ബോട്ടിൽ പ്രൊഡ്യൂസ് ചെയ്യുന്ന ടൈം കൊണ്ട് തന്നെ ഈ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് യൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് തൗസൻഡ്സ് അറ്റ് എ ടൈം തന്നെ, അല്ലെങ്കിൽ തൗസൻഡ്സ് അല്ലെങ്കിൽ മില്യൺസ് അറ്റ് എ ടൈം നമുക്ക് പ്രൊഡ്യൂസ് ചെയ്യാനായിട്ട് പറ്റും. സോ അതാണ് പറയുന്നത്, നമ്മുടെ ബിസിനസ് ഓപ്പറേഷൻസ് അല്ലെങ്കിൽ ബിസിനസ് പ്രോസസ്സ് ഓട്ടോമേറ്റ് ചെയ്യാനായിട്ട്, ഈസിലി ചെയ്യാനായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നതാണ് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ്. ദ നെക്സ്റ്റ് ഈസ് ദ ഗെയിനിങ് ഇൻസൈറ്റ് ത്രൂ ദ ഡാറ്റ അനാലിസിസ്. ദാറ്റ് മീൻസ് നമ്മൾക്ക് ഡാറ്റ അനാലിസിസ് വഴി നമ്മൾക്ക് അതേക്കുറിച്ചുള്ള ഇൻസൈറ്റ് എന്താണ്, ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് അതിൻ്റെ യൂസസ് എന്താണ് എന്നുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് മനസ്സിലാക്കാനായിട്ട് പറ്റും. അതേപോലെ തന്നെ എൻഗേജിങ് വിത്ത് കസ്റ്റമർ ആൻഡ് എംപ്ലോയീസ്. ദാറ്റ് മീൻസ് കസ്റ്റമേഴ്സും എംപ്ലോയീസുമായിട്ടുള്ളൊരു കമ്മ്യൂണിക്കേഷൻ അവിടെ ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ നമ്മൾക്കറിയാം, ഇപ്പോൾ നമ്മൾ ഇപ്പോൾ നമ്മളൊരു മൊബൈൽ ഫോണിലേക്ക് വിളിക്കുകയാണ്. ഇപ്പോൾ ആ ഫോൺ എന്താണ്, ഇപ്പോൾ റീച്ചബിൾ അല്ലാന്നുണ്ടെങ്കിൽ എന്താണ്, ഓട്ടോമാറ്റിക് നമ്മൾക്ക് അതിൽ നിന്നൊരു മെസ്സേജ് വരും, താങ്കൾ വിളിക്കുന്ന നമ്പർ ഇപ്പോൾ പരിധിക്ക് പുറത്താണ്, ദയവായി കുറച്ച് ടൈം കഴിഞ്ഞ് വിളിക്കുക എന്നും പറഞ്ഞൊരു മെസ്സേജ് കിട്ടും. അത് നമ്മൾ ഓരോരുത്തർ വിളിക്കുമ്പോഴും അവിടെ ഓരോ പേഴ്സൺസ് ഇരുന്നാണോ നമ്മൾക്ക് ആ റിപ്ലൈ തരുന്നത്? അല്ല, അതെല്ലാം ഓൾറെഡി നമ്മൾ കമ്പ്യൂട്ടറിൽ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുകയാണ്, അല്ലേ? സോ കമ്പ്യൂട്ടർ അല്ലെങ്കിൽ ഒരു സിസ്റ്റമാണ് നമ്മൾക്ക് അതിനുള്ള ആൻസേഴ്സ് പ്രൊവൈഡ് ചെയ്യുന്നത്. ബിക്കോസ് ഓഫ് എന്താണ്, ഇറ്റ് ഈസ് എ പാർട്ട് ഓഫ് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ്. അപ്പോൾ അതാണ് പറയുന്നത്, കസ്റ്റമറും എംപ്ലോയീസും തമ്മിലുള്ളൊരു കമ്മ്യൂണിക്കേഷൻ അവിടെ ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. സോ അതാണ് പറയുന്നത്, എൻഗേജിങ് ദ കസ്റ്റമേഴ്സ് ആൻഡ് എംപ്ലോയീസ്. സോ നമ്മൾക്ക് ഈ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൻ്റെ ഭാഗമായിട്ട് കസ്റ്റമേഴ്സിന് വേണ്ടിയിട്ടുള്ള റെസ്പോൺസും നമ്മൾക്ക് ഈ സിസ്റ്റം പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഇറ്റ് ഈസ് എ പാർട്ട് ഓഫ് ഇൻ്റലിജൻറ്റ് ഏജൻറ്റ് ആൻഡ് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ്. ദ നെക്സ്റ്റ് ഈസ് It is the one of the most important tool used in electronic commerce. നമുക്കറിയാം, ഇ കോമേഴ്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കറിയാം, ദ ബൈയിങ് ആൻഡ് സെല്ലിങ് ത്രൂ കോമേഴ്സ്, ബൈയിങ് ആൻഡ് സെല്ലിങ് ത്രൂ ഇൻ്റർനെറ്റ് യൂസ് ചെയ്തിട്ട് അല്ലെങ്കിൽ ഇലക്ട്രോണിക് ഡിവൈസസ് യൂസ് ചെയ്തിട്ട് നമ്മൾ സെല്ലിങ്, അതായത് കൊമേഴ്സ് ട്രേഡ് നടത്തുന്നതിനെയാണ് ഇ കോമേഴ്സ് എന്ന് പറയുന്നത്, അല്ലേ? ഇലക്ട്രോണിക് കൊമേഴ്സ് മീൻസ് ദ ട്രേഡിംഗ് ഈസ് കൺസേൺ ത്രൂ
ഇലക്ട്രോണിക് വേ. അതിനെയാണ് നമ്മൾ ഇ കോമേഴ്സ് എന്ന് പറയുന്നത്. സോ നമ്മുടെ ഇലക്ട്രോണിക് കോമേഴ്സിലെ വൺ ഓഫ് ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ടൂൾ എന്ന് പറയുന്നതാണ് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ്. നമുക്കറിയാം, നമ്മൾ മോസ്റ്റ് ഓഫ് ദി പീപ്പിൾസും ഇപ്പോൾ ഓൺലൈൻ ഷോപ്പിങ്ങും കാര്യങ്ങളെല്ലാം നടത്തുന്ന പേഴ്സൺസാണ്. സോ നമ്മൾക്ക് എന്തെങ്കിലും കമ്മ്യൂണിക്കേഷൻ നടത്തണമെന്നുണ്ടെങ്കിലോ അല്ലെങ്കിൽ നമുക്ക് എന്തെങ്കിലും ഇൻഫോർമേഷൻ ആക്സസ് ചെയ്യണമെങ്കിലും അതെല്ലാം ഓൾറെഡി അവർ ആ സിസ്റ്റത്തിൽ അല്ലെങ്കിൽ ആപ്ലിക്കേഷനിൽ ബിൽഡപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരിക്കും. സോ ഓരോ കസ്റ്റമേഴ്സിനും അവർ റെസ്പോണ്ട് ചെയ്യുന്നില്ല, പകരം ഈ ഓട്ടോമാറ്റിക്കലി നമ്മൾ ക്രിയേറ്റ് ചെയ്തതിൽ നിന്ന് നമ്മൾക്ക് എന്താണോ നീഡഡ് ആയിട്ടുള്ള ആൻസേഴ്സ് അത് നമ്മൾക്ക് ആക്സസ് ചെയ്യാനായിട്ട് പറ്റുന്നുണ്ട്. സോ ഇതാണ് പറയുന്നത് ബിസിനസ്സിലേക്ക് എന്തൊക്കെ ഫീൽഡിലാണ് ഈ AI, അതായത് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് അല്ലെങ്കിൽ IA ഇൻ്റലിജൻറ്റ് ഏജൻറ്റ് വർക്ക് ചെയ്യുന്നതെന്നാണ് നമ്മൾ ഇപ്പോൾ പറഞ്ഞത്. നെക്സ്റ്റ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഇൻ്റലിജൻറ്റ് ഏജൻറ്റ് ഇൻ ഇ കോമേഴ്സ്. ഇ കോമേഴ്സ് ദാറ്റ് മീൻസ് ഇലക്ട്രോണിക് കോമേഴ്സിൽ അല്ലെങ്കിൽ ഇലക്ട്രോണിക് ട്രേഡിൽ നമ്മുടെ ഇൻ്റലിജൻറ്റ് ഏജൻറ്റ്സ് എങ്ങനെയൊക്കെയാണ് വർക്ക് ചെയ്യുന്നതെന്നാണ് നെക്സ്റ്റ് പറയാൻ പോകുന്നത്. അതിന് ഫസ്റ്റ് വൺ പറയുന്നതാണ് ഐഡൻറ്റിഫിക്കേഷൻ. ഐഡൻറ്റിഫിക്കേഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്, നമുക്കറിയാം ഒരു കൊമേഴ്സ് ആകുമ്പോൾ അവിടെ മെയിൻലി കോൺസെൻട്രേറ്റഡ് ഓൺ എന്തായിരിക്കും, ബയ്യേഴ്സ്. കസ്റ്റമേഴ്സ് ഈസ് ദ കിങ് ഓഫ് ദ മാർക്കറ്റ് എന്ന് പറയുന്നത് പോലെ തന്നെ നമ്മുടെ ബയ്യേഴ്സ് അല്ലെങ്കിൽ കസ്റ്റമേഴ്സാണ് നമ്മുടെ കീ ഫാക്ടർ ഓഫ് കൊമേഴ്സ് എന്ന് പറയുന്നത്. കസ്റ്റമേഴ്സ് ഇല്ലാന്നുണ്ടെങ്കിൽ അവിടെ കൊമേഴ്സ് നടക്കുമോ, അതായത് കൊമേഴ്സ് പ്രവർത്തനങ്ങൾ നടക്കുമോ, ട്രേഡിങ് നടക്കുമോ, ഇല്ല. സോ നമ്മുടെ കസ്റ്റമറാണ് നമ്മുടെ മെയിനായിട്ട് ഈ കൊമേഴ്സ് എന്നുള്ളൊരു ടേമിൻ്റെ മെയിൻ അല്ലെങ്കിൽ ഇമ്പോർട്ടൻറ്റ് പാർട്ട് എന്ന് പറയുന്നത് ആരാണ്, കസ്റ്റമറാണ്. സോ നമ്മൾ ഐഡൻറ്റിഫിക്കേഷൻ എന്നുള്ളൊരു ടേം കൊണ്ട് ഉദ്ദേശിക്കുന്നത് വി ക്യാൻ ഐഡൻറ്റിഫൈ ദ ബയ്യർ ഓർ കസ്റ്റമർ. നമ്മൾ ബയ്യറിനെ അല്ലെങ്കിൽ കസ്റ്റമറിനെ ഐഡൻറ്റിഫൈ ചെയ്യുക, അവരുടെ ബിഹേവിയർ എങ്ങനെയാണ്, ദാറ്റ് മീൻസ് അവർക്ക് എന്ത് ടൈപ്സ് ഓഫ് പ്രൊഡക്റ്റാണ് ആവശ്യമായിട്ടുള്ളത്. ഇപ്പം നമ്മൾക്കറിയാം മോഡേൺ മാർക്കറ്റിംഗ് ആണ് ഇപ്പോൾ റൺ ചെയ്തുകൊണ്ടിരിക്കുന്നത്. സോ നമുക്കറിയാം ഇപ്പോഴത്തെ മോഡേൺ മാർക്കറ്റിങ്ങിൽ കസ്റ്റമേഴ്സിൻ്റെ നീഡ്സ് ആൻഡ് വാണ്ട്സ് എന്താണെന്ന് ഐഡൻറ്റിഫൈ ചെയ്തിട്ട് അതിനനുസരിച്ചുള്ള പ്രൊഡക്റ്റാണ് നമ്മൾ പ്രൊഡ്യൂസ് ചെയ്യുന്നത്, അല്ലേ? ഫസ്റ്റ് തന്നെ നമ്മളൊരു മാർക്കറ്റ് സെർച്ച് നടത്തും, എന്താണ് നമ്മുടെ ബയ്യേഴ്സിന് അല്ലെങ്കിൽ നമ്മുടെ ഇപ്പോഴത്തെ കസ്റ്റമേഴ്സിന് വേണ്ടത് അല്ലെങ്കിൽ ഇപ്പോഴത്തെ ട്രെൻഡ് എന്താണെന്നുള്ളത് ഐഡൻറ്റിഫൈ ചെയ്തിട്ട് അതിനനുസരിച്ചുള്ള പ്രൊഡക്റ്റാണ് മാനുഫാക്ചേഴ്സ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. സോ അപ്പോൾ ഐഡൻറ്റിഫിക്കേഷനിൽ പറയുന്നത് ദ ഐഡൻറ്റിഫിക്കേഷൻ സ്റ്റേജ് ഓഫ് ബയ്യർ ബിഹേവിയർ characterize the buyer become aware the particular unmet need of inspiring to the product information. That means കസ്റ്റമേഴ്സിനെ മനസ്സിലാക്കുക, അവർക്ക് എന്താണോ ആവശ്യമായിട്ടുള്ളത്, അവരുടെ നീഡ്സ് ആൻഡ് വാണ്ട്സ് അല്ലെങ്കിൽ അവരുടെ ബിഹേവിയർ അല്ലെങ്കിൽ അവർക്ക് വിച്ച് ടൈപ്പ് ഓഫ് പ്രൊഡക്റ്റ് ദേ ആർ വാണ്ടഡ്, ഇതെല്ലാം നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്യുക. അത് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻറ്റ് ഏജൻറ്റിൻ്റെ ഒരു ടാർഗറ്റാണ്. ദാറ്റ് മീൻസ് എന്താണ്, നല്ല രീതിയിൽ ടാർഗറ്റ് ചെയ്ത് കസ്റ്റമേഴ്സിന് എന്താണ് ആവശ്യമായതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മാത്രമേ നമ്മൾക്ക് എന്ത് പറ്റുള്ളൂ, ആ പ്രോഡക്റ്റ് മാർക്കറ്റിലേക്ക് കൊണ്ടുവന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ സെയിൽസ് ഉണ്ടാവുള്ളൂ. സോ അതാണ് ഐഡൻറ്റിഫിക്കേഷനിൽ പറയുന്നത് കേട്ടോ. ദ നെക്സ്റ്റ് ഈസ് ബ്രോക്കറിങ്. ബ്രോക്കറിങ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താ, ഇറ്റ് ഈസ് എ മീഡിയേറ്റർ ബിറ്റ്വീൻ കസ്റ്റമേഴ്സ് ആൻഡ് മാനുഫാക്ചേഴ്സ്. ബ്രോക്കർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു മിഡിൽ മാൻ ആണ്, അതായത് കസ്റ്റമേഴ്സിൻ്റെയും മാനുഫാക്ചേഴ്സിൻ്റെയും ഇടയിൽ നിൽക്കുന്ന ഒരു പേഴ്സൺസിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ബ്രോക്കർ എന്ന് പറയുന്നത്. അപ്പോൾ ബ്രോക്കറിങ് എന്നുള്ളൊരു ടേം കൊണ്ട് ഉദ്ദേശിക്കുന്നത് ബ്രോക്കറിങ് നമുക്ക് 2 ആയിട്ട് ക്ലാസിഫൈ ചെയ്യാം, പ്രൊഡക്റ്റ് ബ്രോക്കറിങ്ങും അതേപോലെ തന്നെ മെർക്കൻറ്റ് ബ്രോക്കറിങ്. പ്രൊഡക്റ്റ് ബ്രോക്കറിങ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പ്രൊഡക്ഷൻ റിലേറ്റഡ് ആയിട്ടുള്ള ബ്രോക്കറിങ് നടത്തുന്നതും, മെർക്കൻറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മാനുഫാക്ചേഴ്സുമായിട്ടുള്ള ബ്രോക്കറേജ് നടത്തുന്നതിനെയാണ് മെർച്ചൻറ്റ് ബ്രോക്കർ എന്ന് പറയുന്നത്. ഇൻ ദ പ്രൊഡക്റ്റ് ബ്രോക്കറിങ്, വൺസ് എ ബയർ ഹാസ് റെക്കഗ്നൈസ്ഡ് ദ റിക്വയർമെൻറ്റ് ടു മേക്ക് ദ പർച്ചേസ് ടു ദ ബയർ ഹാസ് ടു ഡിറ്റർമൈൻ വാട്ട് ടു ബൈ ത്രൂ ദ ക്രിട്ടിക്കൽ ഇവാലുവേഷൻ ഓഫ് അവൈലബിൾ പ്രൊഡക്റ്റ് ഇൻഫർമേഷൻ. സോ ഇതിൽ പറയുന്നത് ഇത്രയേ ഉള്ളൂ. നമ്മുടെ ഫസ്റ്റ് പോയിൻറ്റുമായിട്ട് റിലേറ്റ് ചെയ്ത് വരുന്ന സെക്കൻഡ് ടേമാണ് ബ്രോക്കറിങ്. ദാറ്റ് മീൻസ് നമ്മളുടെ ബയ്യേഴ്സിൻ്റെ അല്ലെങ്കിൽ കസ്റ്റമേഴ്സിൻ്റെ നീഡ്സ് ആൻഡ് വാണ്ട്സ് എന്താണെന്നുള്ളത് ഐഡൻറ്റിഫൈ ചെയ്തിട്ട് അത് മെർക്കൻറ്റീസിന് അല്ലെങ്കിൽ മാനുഫാക്ചേഴ്സിലേക്ക് എത്തിക്കുക. നമ്മൾ കറക്റ്റായിട്ടുള്ള ഇൻഫോർമേഷൻ കളക്ട് ചെയ്തിട്ട് അത് മാനുഫാക്ചേഴ്സിൻ്റെലേക്ക് എത്തിച്ചാൽ മാത്രമേ നമ്മൾക്ക് എന്ത് പറ്റുള്ളൂ, അവർക്ക് ആ ടൈപ്സ് ഓഫ് പ്രൊഡക്റ്റ് പ്രൊഡ്യൂസ് ചെയ്തിട്ട് അത് മാർക്കറ്റിലേക്ക് എത്തിക്കാനായിട്ട് പറ്റുള്ളൂ. സോ ഇതാണ് പറയുന്നത് ക്രിട്ടിക്കൽ ഇവാലുവേഷൻ. നമ്മൾക്ക് ക്രിട്ടിക്കൽ ഇവാലുവേഷൻ നമ്മൾ നടത്തുക, അതായത് വിച്ച് പ്രൊഡക്റ്റ് വാണ്ട് ടു ദെയർ ബയ്യേഴ്സ് ഓർ കസ്റ്റമേഴ്സ്, അവർക്ക് എന്താണോ ആവശ്യമായിട്ടുള്ളത് എന്ന് നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്ത് അത് ബ്രോക്കേഴ്സ്, മെർക്കൻറ്റൈസ് അല്ലെങ്കിൽ മാനുഫാക്ചേഴ്സുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന പ്രോസസ്സാണ് ബ്രോക്കറിങ് എന്ന് പറയുന്നത്.
ദ തേർഡ് പോയിന്റ് ഈസ് ഇൻ നെഗോസിയേഷൻ. നെഗോസിയേഷനും ഓൾമോസ്റ്റ് ഇതുമായിട്ട് തന്നെ സിമിലർ ആയിട്ട് വരുന്നതാണ്. നെഗോസിയേഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇറ്റ് ഈസ് ദ ബൈയിങ് ബിഹേവിയർ. ദ പ്രൈസ് ആൻഡ് അതർ ടേംസ് ഓഫ് ട്രാൻസാക്ഷൻസ് ആർ സെറ്റിൽഡ് ബിറ്റ്വീൻ ദ മെർക്കൻറ്റൈൽ ആൻഡ് ബയ്യേഴ്സ്. ദാറ്റ് മീൻസ് എന്താണ് നെഗോസിയേഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇറ്റ് ഈസ് ആക്ട് ആസ് എ മിഡിൽ മാൻ. നമ്മൾ നേരത്തെ പറഞ്ഞ പോയിന്റ് പോലെ തന്നെ മിഡിൽ മാൻ ആയിട്ട് തന്നെയാണ് ഇവരും ആക്ട് ചെയ്യുന്നത്. ദാറ്റ് മീൻസ് ഇതിൻ്റെ അകത്ത് എന്താണെന്ന് വിചാരിച്ചിട്ടുണ്ടെങ്കിൽ ഒരു പ്രൊഡക്റ്റിൻ്റെ പ്രൈസ് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളായിരിക്കും, അല്ലെങ്കിൽ ബൈയിങ് ബിഹേവിയറിനെ കുറിച്ചുള്ള കാര്യങ്ങളായിരിക്കും ഇതിൻ്റെ അകത്ത് സെറ്റിൽ ചെയ്യുന്നത്. നെഗോസിയേഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ടു ഓർ മോർ പേഴ്സൺസ് തമ്മിലുള്ള ഒരു എഗ്രിമെൻ്റ് ആണ്. ദാറ്റ് മീൻസ് ഇത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പ്രൈസ് അല്ലെങ്കിൽ ആ പ്രൊഡക്റ്റിൻ്റെ ടേംസ് ആൻഡ് കണ്ടീഷൻസ് എന്തെല്ലാമാണെന്ന് ബയ്യേഴ്സും മെർക്കൻറ്റൈൽ, അതായത് ബയ്യേഴ്സും മാനുഫാക്ചേഴ്സുമായിട്ട് സെറ്റിൽ ചെയ്യുന്നതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, നെഗോസിയേഷൻ എന്ന് പറയുന്നത്. അതായത് നമ്മൾ ഇപ്പോൾ ഒരു പ്രൊഡക്റ്റ് ബയ്യേഴ്സിന് ഇന്നൊരു പ്രൊഡക്റ്റ് വേണമെന്ന് നമ്മൾ പറഞ്ഞു. ആ പ്രൊഡക്റ്റ് മീൻസ് അവരുടെ നീഡ്സ് ആൻഡ് വാണ്ട്സ് നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്തു. ആ ഐഡൻറ്റിഫൈ ചെയ്യുമ്പോൾ തന്നെ നമുക്കറിയാം അവർ ഇത്ര ഒരു എമൗണ്ടിലാണ് അവർ ആ പ്രൊഡക്റ്റ് ബൈ ചെയ്യാനായിട്ട് വില്ലിങ് ആവുള്ളൂ എന്നറിയാം. ഒരു 10 റുപ്പീസ് വരെയും അവർ ആ പ്രൊഡക്റ്റ് വാങ്ങാൻ വില്ലിങ് ആവുള്ളൂ എന്ന് ഈ ബ്രോക്കേഴ്സൊക്കെ അറിഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതായിരിക്കണം നമ്മുടെ ടാർഗറ്റ്. ഈ റേറ്റ് നമ്മൾ മാനുഫാക്ചേഴ്സുമായിട്ട് ഡിസ്കസ് ചെയ്തിട്ട് ആ ഒരു റേറ്റിന് കൺസ്യൂമേഴ്സിലേക്ക് എത്തിക്കണം. അപ്പോൾ അതാണ് ഇവിടെ പറയുന്നത്. നമ്മുടെ പ്രൈസും ടേംസ് ആൻഡ് കണ്ടീഷൻസും സെറ്റിൽ ചെയ്യുന്ന ഒരു സ്റ്റേജാണ് നെഗോസിയേഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. നെക്സ്റ്റ് പറയുന്നതാണ് പേയ്മെൻറ്റ് ആൻഡ് ഡെലിവറി. പേയ്മെൻറ്റ് ആൻഡ് ഡെലിവറിയിൽ പറയുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ദ പേയ്മെൻറ്റ് ആൻഡ് ഡെലിവറിയിലും ഈ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് അല്ലെങ്കിൽ ആർട്ടിഫിഷ്യൽ ഏജൻറ്റ് വർക്ക് ചെയ്യുന്നുണ്ട്. ദിസ് സ്റ്റേജ് ക്യാൻ ബി ഐദർ ഇൻഡിക്കേറ്റ് ദ എൻഡ് ഓഫ് ദ നെഗോസിയേഷൻ സ്റ്റേജ് ഓർ കോസ് ടു പ്ലേസ് അനദർ ഓർഡർ. എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ നമുക്കറിയാം, നമ്മളിപ്പോൾ ഒരു ഫ്ലിപ്കാർട്ട്, ആമസോൺ പോലെയുള്ള ഓൺലൈൻ സൈറ്റിൽ കയറിയിട്ട് നമ്മൾ പർച്ചേസ് ചെയ്യാമെന്ന് വിചാരിക്കാം. പർച്ചേസ് ചെയ്യേണ്ട അല്ലെങ്കിൽ നമ്മൾ എന്തെങ്കിലും കാര്യങ്ങൾ സെർച്ച് ചെയ്യാമെന്ന് വിചാരിച്ചിരിക്കുക. അപ്പോൾ ഇവരെന്താ ചെയ്യുക, നമ്മൾ സെർച്ച് ചെയ്ത ഐറ്റം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്, നമ്മൾ ഇൻട്രസ്റ്റഡ് ആയിട്ടുള്ളൊരു ഐറ്റം അല്ലേ നമ്മൾ ഒരു ഓൺലൈൻ സൈറ്റിൽ കയറിയിട്ട് സെർച്ച് ചെയ്യുള്ളൂ. സോ അങ്ങനെ നമ്മൾ സെർച്ച് ചെയ്യുമ്പോൾ പിന്നീട് നമ്മളിപ്പോൾ ഓഫ്ലൈൻ, ദാറ്റ് മീൻസ് നമ്മൾ ആ ഫ്ലിപ്കാർട്ട് അല്ലെങ്കിൽ ആമസോൺ പോലെയുള്ള സൈറ്റിൽ നിന്ന് ബാക്ക് പോയിട്ടുണ്ടെങ്കിലും നമ്മൾക്ക് അവർ മെസ്സേജ് ചെയ്തുകൊണ്ടിരിക്കും ഇന്ന ഐറ്റംസ് വന്നിട്ടുണ്ട്. അല്ലെങ്കിൽ നമ്മളൊരു ഫ്ലിപ്കാർട്ട്, ആമസോൺ പോലെയുള്ള സൈറ്റ്സ് ഓപ്പൺ ചെയ്യുമ്പോൾ നമ്മൾ സെർച്ച് ചെയ്ത റിസൾട്ടുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള ഐറ്റംസാണ് അവിടെ അവർ പ്രൊവൈഡ് ചെയ്യുക അല്ലേ. എന്തുകൊണ്ടാണ്, അവിടെ ഒരു ഇൻ്റലിജൻറ്റ് ഏജൻറ്റ് വർക്ക് ചെയ്യുന്നുണ്ട്. ദാറ്റ് മീൻസ് നമുക്ക് വാട്ട് എവർ വി ക്യാൻ നീഡഡ്, നമ്മൾക്ക് എന്താണോ നീഡഡ് ആയിട്ടുള്ള പ്രൊഡക്ട്സ് അത് അവരവിടെ ഐഡൻറ്റിഫൈ ചെയ്യുന്നുണ്ട്. എങ്ങനെയാണ്, അവിടെ ഒരു ഇൻ്റലിജൻറ്റ് ഏജൻറ്റ് ഉണ്ട്. ഇൻ്റലിജൻറ്റ് ഏജൻറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഓൾറെഡി നമ്മൾ ആ സിസ്റ്റവുമായിട്ട് അല്ലെങ്കിൽ നമ്മൾ ആ ആപ്പുമായിട്ട് ക്ലബ് ചെയ്തിട്ടുണ്ടായിരിക്കും. സോ അവർ ഐഡൻറ്റിഫൈ ചെയ്യും വിച്ച് പ്രൊഡക്റ്റ് വി ക്യാൻ നീഡഡ്, എന്ത് പ്രൊഡക്റ്റാണോ നമ്മൾക്ക് വേണ്ടതെന്നുള്ളത് അവർ ഐഡൻറ്റിഫൈ ചെയ്തിട്ട് അതുപോലത്തെ സിമിലർ ടൈപ്പ് ഓഫ് പ്രൊഡക്റ്റ് നമ്മൾക്ക് അവർ പബ്ലിഷ് ചെയ്തുകൊണ്ടിരിക്കും. സോ അതാണ് പേയ്മെൻറ്റ് ആൻഡ് ഡെലിവറി അല്ലെങ്കിൽ പ്രൊഡക്റ്റ് സർവീസസ് ആൻഡ് ഇവാലുവേഷനിൽ പറയുന്നത്. സോ നമുക്കറിയാം പേയ്മെൻറ്റിൽ നമുക്ക് ഡിഫറെൻറ്റ് മോഡ്സ് നമുക്ക് അവൈലബിൾ ആണ്. ക്യാഷ് ഓൺ ഡെലിവറി, ബാങ്ക്സ്, കാര്യങ്ങളെല്ലാം നമ്മൾക്ക് അവൈലബിൾ ആണ്. ഇതിൻ്റെ അകത്ത് പറയുന്നത് എന്താണ്, നമുക്ക് ഡിഫറെൻറ്റ് ഓപ്ഷൻസ് ഉണ്ട്. അതായത് നെറ്റ് ബാങ്കിങ് ഉണ്ട്, ക്യാഷ് ഓൺ ഡെലിവറി ഉണ്ട്, അല്ലെങ്കിൽ ഡെബിറ്റ് കാർഡ്, ക്രെഡിറ്റ് കാർഡ്, അങ്ങനെ ഡിഫറെൻറ്റ് മോഡ്സ് ഓഫ് പേയ്മെൻറ്റ്സ് നമ്മൾക്ക് പോസിബിളാണ് അല്ലേ. സോ അതാണ് പേയ്മെൻറ്റ് ആൻഡ് ഡെലിവറിയിൽ പറയുന്നത്. നമുക്ക് ഏത് ടൈപ്സ് ഓഫ് പേയ്മെൻറ്റ് ആൻഡ് ഡെലിവറി ആണോ വേണ്ടത് ആ ടൈപ്സ് ഓഫ് പേയ്മെൻറ്റ് ആൻഡ് ഡെലിവറി നമ്മൾക്ക് ഓപ്ഷൻസ് പ്രൊവൈഡ് ചെയ്യാം. അതിനനുസരിച്ച് നമുക്ക് പ്രൊഡക്റ്റ് ആക്സസ് ചെയ്യാനും പറ്റും. അപ്പോൾ പ്രൊഡക്റ്റ് സർവീസസ് ആൻഡ് ഇവാലുവേഷനാണ് നമ്മൾ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞത്. നമുക്ക് കസ്റ്റമർ സർവീസസും അതേപോലെ തന്നെ നമ്മളൊരു പ്രൊഡക്റ്റ് പർച്ചേസ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആഫ്റ്റർ ഇവാലുവേഷനും കാര്യങ്ങളും എല്ലാം ഇതിൻ്റെ അകത്ത് പോസിബിളാണ്. സോ ഇത്രയാണ് നമ്മുടെ ഇൻ്റലിജൻറ്റ് ഏജൻറ്റ് ഇൻ ഇ കോമേഴ്സിൽ വരുന്നത്. സോ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്തത് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ഓർ ഇൻ്റലിജൻറ്റ് ഏജൻറ്റ് ഇൻ ബിസിനസ്, അതായത് ബിസിനസ്സിൽ എങ്ങനെയാണ് നമ്മൾ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് യൂസ് ചെയ്യുന്നതെന്ന് പറഞ്ഞു. അതേപോലെ തന്നെ ഇൻ്റലിജൻറ്റ് ഏജൻറ്റ് ഇൻ ഇ കോമേഴ്സ്, ദാറ്റ് മീൻസ് നമ്മുടെ ഇ കോമേഴ്സ് ട്രേഡിങ്ങിൽ എങ്ങനെയാണ് ഈ ഇൻ്റലിജൻറ്റ് ഏജൻറ്റ് വർക്ക് ചെയ്യുന്നതെന്നുള്ള കാര്യങ്ങൾ നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തു. സോ ഇന്നത്തെ ക്ലാസ് കേട്ടിട്ട് എന്തെങ്കിലും ഡൗട്ട്സോ കാര്യങ്ങളോ ഉണ്ടെന്നുണ്ടെങ്കിൽ മിസ്സിൻ്റെ അടുത്ത് കോൺടാക്റ്റ് ചെയ്യുക. ഇന്നത്തെ ക്ലാസ് കേട്ടിട്ട് നിങ്ങൾ ആൻസർ ചെയ്ത് വെക്കേണ്ടത്
പോയിൻ്റ് ഔട്ട് ദ ഇൻ്റലിജൻറ്റ് ഏജൻറ്റ് ഇൻ ഇ കോമേഴ്സ്. നമ്മൾ ലാസ്റ്റ്ലി ഡിസ്കസ് ചെയ്ത പോയിൻറ്റ്സ് നിങ്ങൾക്ക് അതിൽ നിന്ന് എന്താണോ മനസ്സിലായെന്നുള്ളത് ലെക്ചർ നോട്ട് എഴുതുക. നെക്സ്റ്റ്, എന്താണ് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ഇൻ ബിസിനസ്? എക്സ്പ്ലെയിൻ ദ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ഇൻ ബിസിനസ്. അതും കൂടി നോട്ട് ചെയ്തിട്ട് സബ്മിറ്റ് ചെയ്യാം കേട്ടോ. താങ്ക് യു.